അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ഭാര്യ വീട്ടിലെ നോമ്പ് തുറയാണ് ഇന്ന്. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു നോമ്പ് തുറയാണ്. അവൾക്ക് ഭയങ്കര ഇല്ലേ അവൾക്ക് ഓളെ വീട്ടിൽ പോവാൻ എന്താ സൽക്കാരായിട്ടില്ല. ഒരു ദിവസമെങ്കിലും നോമ്പ് തുറക്കുന്നുണ്ട്. ഓളെപ്പച്ചി ഓളങ്ങനെ വിളിക്കാത്രേ അവിടെ പോയിട്ട്. അപ്പൊ ഒന്നൊരു ദിവസത്തെ അവിടെ നോമ്പ് തുറയാണ് ഗൈസ്. ഉമ്മ ഇല്ലാന്ന് പറഞ്ഞു. ഉമ്മാക്ക് നാളെ ഉമ്മാന്റെ പല്ലൊക്കെ പറിക്കാൻ വേണ്ടി പോവാണ്. കരാറെടുത്തുക്കണം ഫുള്ള് പല്ല്. ഏതൊക്കെ പല്ല പോയിക്കണേ? കുട്ടികളാണ് ഈ രണ്ട് പല്ലൊക്കെ വരുത്താം. ആ രണ്ട് പല്ല് റൂട്ട് കനാൽ ചെയ്യാം. ചെയ്തിട്ടേ വന്നുണ്ടായി പൊട്ടിയത് പല്ല് റൂട്ട് കനാൽ. ഇപ്പൊ എന്റെ ഒരു പല്ല് ചെയ്ത് അങ്ങനെ ഞാൻ അടപ്പിട്ടിരിക്കണം. അതേമാതിരി അത് അടപ്പിടാനുള്ള പല്ലില്ല, അത് പറിച്ച് കളയേണ്ടി വരും. നിങ്ങൾക്കാണ് ചുവപ്പ് പല്ല് വരാനും പേടിയാ. ഉപ്പ് പല്ല് വെച്ചിട്ട് ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് പല്ലാട് ഊരി വെച്ച് വന്നതിന് ആള് മാറിപ്പോവും. അങ്ങനെ റിയൽ ഇൻസിഡന്റ് കുറെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങള് ഇറങ്ങുകയാണ്. ഇനി ഇപ്പൊ ഇറങ്ങിയാലാണ് നോമ്പറക്കാൻ നേരം ആകുമ്പോ അവിടെ എത്തുള്ളൂ. ഓക്കെ, എത്ര ദിവസത്താണ് നിൽക്കുന്നത്? 2 ദിവസമോ? വേഗമൊക്കെ എടുത്തോ. ഈ ബൈ പറ ടാറ്റാ. ടാറ്റാ ബൈ ബൈ പറ. ടാറ്റ കൊടുക്ക്. ഉമ്മച്ചില്ല, ടാറ്റ കൊടുക്ക്. ബൈ. ഒരു അസ്സലാമലൈക്കും കൊടുത്താ. അസ്സലാമലൈക്കും. പോയി വരാറ് നടക്കി. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ. ഈടെ ഇതാണ്ടോ കണ്ടില്ലേ? ഇനി അതിലാണ്ട് കടക്ക. രണ്ടിനെ അതിലാണ്ട് കടുത്തു. കടന്നിറങ്ങാനേ ഇതാണ് കാർ സീറ്റ്. അലേഹനെയാണ് നോക്കണ്ടി. ഇനി ചാടിക്കളിക്കാനുള്ള പുറപ്പാട് തന്നെയാണ് അത്. കൊഞ്ചല്ലേ പെണ്ണെ, നീ തുള്ളി കളിക്കല്ലേ പെണ്ണെ, എന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ, എടിയിലയിലേ ലയിലേ, നിന്റെ മാറത്ത് വന്നു ഞാൻ നിന്നു, നിന്റെ ചാരത്ത് മുത്തം ഞാൻ തന്നു, ഈ കവിളത്ത് മുത്തങ്ങൾ തന്നു, എടിയിലയിലേ ലയിലേ, നിന്നെ കണ്ട നാള് തൊട്ട് ആ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു, അത് സ്നേഹമായില്ലേ, സുട്ടേ സുട്ടേ എന്റെ സുട്ടേ സുട്ടേ, പൊന്നും സുട്ടേ സുട്ടേ, നീ എന്റേതല്ലേ, കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, തുള്ളി കളിക്കല്ലേ പെണ്ണെ. നമ്മൾ സിനുവിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പൊ ബാക്കിൽ ഫുള്ള് സീറ്റൊക്കെ ഇട്ട് ഒരാളവിടെ കടുക്കുക, ഒരാൾ ഇരുന്ന് കാഴ്ചകൾ കാണുക, ഇവിടെ ഒരാൾ അങ്ങോട്ട് ചാടുക അങ്ങോട്ട് ചാടുക. ആണോ? ചാട്. റെഡി 1 2 3. അങ്ങനെ കഴിച്ച് നമ്മള് ഇവർക്കൊരു വെറൈറ്റി ഫുഡ് വാങ്ങിയാണ്. എനിക്കുള്ള ഫുഡും പിന്നെ സിനുവിന്റെ സ്പെഷ്യൽ ഫുഡുമാണ് കഴിച്ച്. എവിടെ ഐബൊക്കെ എന്താ വർക്കോ? യോഗേർട്ടാണ് വാങ്ങിയത്. യെസ്, ഇത് നോമ്പ് തുറന്ന പാട് കഴിക്കാനുള്ള യോഗേർട്ട് ഉണ്ട്. വേറെന്താ? കുക്കുംബർ, അനാറ്, ബ്ലൂബെറി വേണം. ഒരു ബ്ലൂബെറിൻ്റെ വില ഒക്കെ 259 രൂപ. അവിടെ വെക്ക് തമ്പുരാനെ. 10 മിനിറ്റ് മുന്നേ ഞങ്ങളെത്തി. സിനുവിൻ്റെ വീട്ടിലെത്തി. 6:18. എവിടെ എത്തി? അങ്ങനെ എൻ്റെ ഉമ്മൻ്റെ കുടിയിലെത്തി. ഐബു ഇതായിരിക്കണേ. ഐബു എവിടെ എത്തി? ഐബിൻ്റെ ഉമ്മൻ്റെ കുടിയിലെത്തി അല്ലേ? നോമ്പറക്കാൻ വേണ്ടി നിൽക്കണം. എൻ്റെ കുട്ടി ഇപ്പം തന്നെ നോമ്പ് തുറന്നിക്കണേ ഗൈസ്. ബാ, നോമ്പറക്കാനായി. പള്ളിക്കൊന്നും ഇപ്പോൾ വാങ്ങാൻ കൊടുക്കും. ബാ. സൈക്കിൾ എവിടെ? സൈക്കിള്. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. ലഘുവായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. അലേന്ന് പോയക്കണല്ലേ ഗൈസ്. ഞാൻ നേരെ നാട്ടിലോട്ടാണ്. നാട്ടിലല്ല, എനിക്ക് കരുളായിൽ ഫുട്ബോൾ കളിയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നാട്ടിലോട്ട് പോവും. ഓക്കെ, സിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നാട്ടിലെത്തി. പിറ്റേ ദിവസമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ കരുളായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പോരാൻ നേരം നല്ലോണം നേരം വൈകി. അങ്ങനെ അൻഷിഫിൻ്റെ കൂടെ കടന്നുറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിലാണ് നാട്ടിൽ നിന്നൊരു കോള്. പെട്ടെന്ന് അമ്മക്ക് തീരെ വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തറവാടിൻ്റെ അവിടെ എത്തിക്കണ്. എനിക്ക് നല്ല വയറിളക്കവും ഛർദി അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നേ, പാടത്ത് കൂടെ വരുന്നേ. എനിക്ക് ഇന്നലെ തോന്നിയിരിക്കണം ഞാൻ, കാരണം സിനുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു പോരിന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നലെ അസ്വസ്ഥത ഉണ്ട്. അപ്പം എന്തായാലും ഇനി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു തറവാട്ടിലോട്ട് റോഡില്ലേ. തറവാട്ടിൽ ബാക്കിലൂടെ റോഡുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വീടിനൊക്കെ ഈ ഒരു 2 വഴിയാണ് പാടത്തിലൂടെ.
എന്താ പ്രശ്നം? ബീഫ് ഇങ്ങനെ തിന്ന് കയറ്റുമ്പോ എനിക്ക് പിന്നെ പോവോ? പമ്പൈസ ഇടണോ? ഇത് മൂത്രങ്ങള് ഒഴിക്കാൻ പറ്റുന്നില്ല. കടന്നിട്ടും മൂത്രത്തിൽ പഴുക്കുമ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടു, ട്രിപ്പ് ഇടണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം, പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയെടുക്കാണ്. ഗ്ലൂക്കോസ് കയറ്റിയ നോമ്പ് കുറയോ? ഗ്ലൂക്കോസ് കയറ്റിയാണ് എനർജിക്ക്. ഉമ്മ കയറ്റണ്ടെന്ന് തോന്നുന്നു, കാരണം 2 മണിക്കൂറാവും ഇത് കയറി കഴിയണമെങ്കിൽ. 2 മണിക്കൂർ ഇത് കയറിക്കോട്ടെ, എനർജി ആവും കേട്ടോ. ഞാനേ കുറച്ചേരം ഒന്നും ഉറങ്ങട്ടെ, ഉറങ്ങിയില്ല. ഓക്കെ, സൂചി വെച്ചോ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചു, ഇഞ്ചക്ഷൻ വെച്ചോ? തന്നെ സൂചി. ഗൈസ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഉമ്മാനതാ തറവാട്ടിലാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഉമ്മാനെ തറവാട്ടിലാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഒന്ന് നോമ്പൊക്കെ തുറന്നിട്ട് നേരെ ജിമ്മിലൊരു ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ വർക്കൗട്ട് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പം ഉമ്മാൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മൂത്രച്ചൂടിൻ്റെ ചെറിയൊരു പ്രശ്നം. അത് നോമ്പ് നോമ്പ് കാലത്ത് ചിലർക്കൊക്കെ ഉണ്ടാവും മൂത്രത്തിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ വെയിലുമല്ല, നല്ല ചൂടും പിന്നെ കാലാവസ്ഥയും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എരിവും കൂടിയുള്ള ഭക്ഷണം കുറച്ച് കൂട്ടിയാണ്. പിന്നെ പള്ളിക്കുന്ന് കിട്ടിയ കുറേ ഇറച്ചിയൊക്കെ ഉമ്മന്നെ തിന്നിട്ടുണ്ടാവും. മിക്കവാറും പള്ളിക്കുന്ന് കിട്ടിയ ഇറച്ചി തിന്നിട്ട് അങ്ങനെ ആയി എന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. കാരണം കുറേ ക്വാണ്ടിറ്റി കഴിച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ ഞാൻ എന്തായാലും ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ സീനു ഓൾറെഡി ബീഫ് കഴിക്കൂല. അപ്പോൾ പിന്നെ ഉമ്മയും അലേഹ അങ്ങനെ തിന്നില്ല. അപ്പം ഉമ്മന്നെ ഒരുവിധമൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. അതും പിന്നെ ചൂടും നോമ്പും എല്ലാം പാടായപ്പോഴാണ് ആയിട്ടുള്ളത്. വയറിനൊരു എരിച്ചലും ഇന്ന് രാവിലെ മുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ പുറത്തായിരുന്നു, അൻഷിഫിൻ്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വിളിച്ചിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഇപ്പോൾ അസ്വസ്ഥത ഒന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി പല്ലിന് കേടുണ്ട്. അപ്പോൾ പല്ല് ഇൻഷാ അല്ലാഹ് നാളെ പോയിട്ട് പല്ല് ഡോക്ടറെ കാണിക്കാണ്ട്. കുറേ പല്ല് കുത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ സീനു ഇൻഷാ അല്ലാഹ് സിനുവിനെ നാളെ വൈകുന്നേരത്ത് സിനുവിനെയും പോയിട്ട് കൊണ്ടുവരണം. 2 ദിവസം ഓളോടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നിൽക്കണില്ല, ഞാൻ നിർത്തിയതാണ്. കുറച്ച് 2 ദിവസം നിന്നോ എന്നുകൊണ്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ തറവാട്ടിൽ ഉമ്മാനാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒറ്റക്കാവില്ല. അവിടെ ആകുമ്പോൾ പിന്നെ ഉമ്മാൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ അമ്മായിയൊക്കെ ഉണ്ട്. ഇനി ഫുഡ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരാളും സഞ്ചാരമൊക്കെ ഉണ്ടല്ലോ. മറ്റേ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. അപ്പോൾ പിന്നെ മാറിയിട്ടോ അല്ലെങ്കിൽ നാളെ ഞാൻ സിനുവൊക്കെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു സർപ്രൈസും പാടുണ്ട്. അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നീണ്ടു പോകുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള കുറേ ഓട്ടത്തിലായിരുന്നു. അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.